യുടെ എല്ലാ സഹായത്തോടുകൂടിയും ഇറാനിലെ മണ്ണിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ ഖേദിച്ച് മടങ്ങുന്ന കാഴ്ചയും അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെയാണ് പുതിയ ഒരു റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മലയാളം പോർട്ടലാണ്, ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നത് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ട്രംപ് ഞങ്ങളെ ചതിച്ചിരിക്കുന്നു, കണ്ണീരുമായി തെരുവുകളിൽ ഇറാനിലെ പ്രക്ഷോഭകർ. ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് പിന്മാറിയത് പ്രക്ഷോഭകരെ ചതിച്ചു വന്ന ആരോപണമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് തെരുവിലിറങ്ങിയ തങ്ങളെ ചാവേറുകളായി ഉപയോഗിച്ച് എന്ന പരാതിയും ഈ ജനക്കൂട്ടത്തിനുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം 6 മാസം പണിയെടുക്കുകയും അതിനുശേഷം എല്ലാവിധ ആശീർവാദത്തോടുകൂടി ഇറക്കി വിടുകയും ചെയ്ത ആ നാട്ടിലെയും പുറം നാട്ടിലെയും ആളുകൾ ഇതാ വരുന്നു ഞങ്ങളുടെ സഹായം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളൂ, സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവിധ പിന്തുണയും അമേരിക്കയിൽ ഇരുന്നിട്ട് കൊടുത്ത ട്രംപ് ആ കാര്യത്തിൽ ഒന്നും മിണ്ടാതെ അവസാനം ഇറാൻ ഭരണകൂടവുമായിട്ട് എല്ലാ അർത്ഥത്തിലും ടൈപ്പായി അല്ലെങ്കിൽ സഹകരിച്ച് ആ ഒരു പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വല്ലാതെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിരിക്കുകയാണ് മൊസാദിൻ്റെ ആളുകളെയും മൊസാദ് പണികൊടുത്ത ആളുകളെയും ഒക്കെയും. അതുതന്നെയാണ് ഈ ഭരണകൂടത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൂതന്മാരും നസ്രാണി തീവ്രവാദികളും ഒക്കെ അവരിൽപ്പെട്ട ആളുകളെ തന്നെ ചതിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ്. തീർത്തും നമുക്ക് പറയാൻ പറ്റും, കൃത്യമായി ഓരോ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഇവർ തന്നെ തള്ളിയ ആളുകളുടെ എണ്ണം എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയുമാണ്. അത്രമേൽ കൊലപാതകങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊല ചെയ്ത അല്ലെങ്കിൽ നാടിനെ നശിപ്പിച്ച് പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊലവിളിച്ച ഒരു പാരമ്പര്യം ഈ രണ്ട് വിഭാഗത്തിനുമുണ്ട്, അഥവാ രണ്ട് രാജ്യത്തിനുമുണ്ട്. അതിൽ ടെഹ്റാനിൽ കുടുങ്ങിപ്പോയ കുറേ ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞു 22,000 ആളുകൾ ഈ ടെഹ്റാനിലെ ഗവൺമെൻറ് അഥവാ ടെഹ്റാൻ ആയത്തുള്ള ഖാംനയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സായുധ സംഘം പിടിച്ചടക്കി ജയിലിലടച്ച് 1000-ഓളം ആളുകളെ ബാച്ചുകളായിട്ട് കൊന്നൊടുക്കുകയും ചെയ്തു എന്ന് പുറത്തേക്ക് വരുന്ന വാർത്തയും ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ വായിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടത്തിലേക്ക് ഈ ആളുകളെയൊക്കെ തള്ളിവിടേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പം 6 മാസം കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പഹലവി ഏൽപ്പിച്ചുകൊണ്ട് രാജപദവിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ആയത്തുള്ള ഖാംനയുടെ സ്ഥാനം തന്നെ പഹലവിക്ക് ഏൽപ്പിക്കാമെന്നുള്ള പണ്ടത്തെ രാജകുടുംബത്തിൻ്റെ വലിയ പ്രതാപത്തോടുകൂടെ ഇറക്കാനായിരുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ ആയത്തുള്ള ഖാംനയായിട്ട് വളരെ നല്ല ടൈപ്പോടുകൂടെ പ്രവർത്തിച്ചത് കണ്ട് ഈ രണ്ട് നേതാക്കന്മാരും വാലും ചുരുട്ടി ഓടി ഒളിക്കുക ചെയ്തത്. അതുതന്നെയാണ് അത്രമേൽ ഈ ആളുകളെ ചൊടിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഉറ്റവരും ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിന് നിങ്ങൾ കാരണക്കാരാണ്, നഷ്ടപരിഹാരം തരണം. അത് കിട്ടിയ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ലെവലിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആ വലിയ വൻകിടമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അവിടെയുള്ള പള്ളികൾ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളൊക്കെ കൊള്ളയടിച്ച് ഇല്ലായ്മ ചെയ്തതിൻ്റെ പേരിൽ അവരുടെ സൈന്യം ഇവർക്ക് നേരിട്ടു. ആ നേരിടലിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ 12,000 എന്നും 20,000 എന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾക്ക് ഒരുപാട് ജീവഹാനി വന്നിട്ടുണ്ട്. അത് അമേരിക്ക വെച്ച് തരണം എന്നുള്ളതാണ്. അമേരിക്ക അതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നെതന്യാഹുവിൻ്റെയും അമേരിക്കയുടെയും കളികളായിരുന്നു, ഈ തന്ത്രങ്ങളായിരുന്നു ഇവിടെ പയറ്റിയതെന്ന് മൊസാദിനറിയാം, മൊസാദിൻ്റെ ഘടകത്തിനറിയാം. പക്ഷേ താഴെത്തട്ടിലുള്ള ഏറെക്കുറെ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് സംസാരിച്ച് അവർക്ക് വേണ്ടി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യം അത് സ്വതന്ത്രമാക്കി നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടായിരിക്കും അവരെ ഈ കാര്യത്തിന് വിട്ടു നൽകിയത്. സമരത്തിന് നേരിടേണ്ടി വന്ന ജീവഹാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി നൽകേണ്ടത് അമേരിക്കയും ട്രംപ് അതുപോലെ തന്നെ നെതന്യാഹുവാണെന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല കൊലപാതകങ്ങൾ കണ്ടമാനം നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു കണക്ക് പോലും ഇറാൻ ഗവൺമെൻറ് ഇന്നേക്ക് ഈ സമയം വരെ പുറത്തു വിട്ടിട്ടില്ല എന്നും പറയുന്നത്. കൃത്യമായി ആ ഒരു കണക്ക് നമ്മളാരും അറിയില്ല. അവർ പറയുന്നത് 2,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ്.
മറ്റൊരു വിഭാഗം പ്രതിപക്ഷ പാർട്ടി പറയുന്നത് 12,000 പേരെന്നാണ്. മറ്റേ അനേകം തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ കാണാം 20,000-22,000 കണക്ക് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ ആളുകൾക്കും പോലും മനസ്സിലായിട്ടില്ല എത്രയാണ് ഇറാൻ ഗവൺമെൻറ് നമ്മളിൽപ്പെട്ട ആളുകളെ തന്നെ കൊന്നുകളഞ്ഞത് എന്നുള്ളത്. ടൈം മാഗസിനോടാണ് ടെഹ്റാനിലൊരു വ്യാപാരി ടൈം മാഗസിനോട് പറയുന്ന കഥയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവർ പറയുന്നത് അമേരിക്ക ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് അമേരിക്കയുടെ ഭാഗം അല്ലെങ്കിൽ അമേരിക്കയുടെ ആ വലിയൊരു വിട്ടുവീഴ്ച എന്ന് പറയുന്ന രീതി അവരങ്ങനെയാണല്ലോ പറയുള്ളൂ. ഈ ടെഹ്റാനോട് അല്ലെങ്കിൽ ആയത്തുള്ള കമ്പനിയുമായിട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഉള്ള ആളുകളൊക്കെ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഗതി മുട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ വ്യക്തമാക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി തിരിച്ച ഈ ഗതിയായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് ഈ കാലുവാരുന്ന പാരമ്പര്യമുള്ള ഈ വിഭാഗത്തിൻ്റെത് ഒരിക്കലും നമ്പാൻ പറ്റില്ല. കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ള വ്യാപാരം, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കണം. അതോടൊപ്പം തന്നെ ആ മേഖല മുഴുവനായിട്ട് തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ രണ്ടാളുകളും. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് ഇറങ്ങി തിരിച്ച് ജീവൻ പോയ ആളുകൾക്ക് അത് പോയി എന്നതല്ലാതെ ഇറാൻ ഭരണകൂടം ഒരിക്കലും ഒരു തെല്ലും ആട്ടം തട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. 15,000 പേരുടെ മരണത്തിന് ട്രംപ് ഉത്തരവാദി എന്നാണ് ഇവരുടെ കണക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് 12,000 പേരാണ്. 15,000 പേരുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളം എന്ന് പറയുന്ന പോർട്ടലിൽ കയറി നോക്കാൻ അറിയാൻ പറ്റും. 15,000 പേരുകൾ ഞങ്ങൾക്കിടയിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ നഷ്ടങ്ങളൊക്കെ കൊടുത്തു തീർക്കേണ്ടത്. സൈനിക നീക്കം ഉണ്ടാകില്ലെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയതോടുകൂടി ഞങ്ങളൊക്കെ നിരാശ്രയരായിരിക്കുകയാണ് എന്ന് വളരെ വലിയ രൂപത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒരു കാര്യം, ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും പോയത് തന്നെയാണ്. പക്ഷെ പിടിക്കപ്പെട്ട ആളുകൾക്ക് ജീവിതം അങ്ങ് നരകിച്ച് ജീവിക്കാൻ വക ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആയത്തുള്ള കമ്പനിയുടെ ഗവൺമെൻറ് വ്യക്തമാക്കിയതാണ്. തിക്തമായ നരകം കാണിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ 12,000 കഴിഞ്ഞ് 15,000 എന്ന റിപ്പോർട്ടിലേക്ക് ടൈം മാഗസിൻ പറയുമ്പോൾ ട്രംപിൻ്റെ ഒരു നിരുത്തരപരമായിട്ടുള്ള സമീപനത്തോട് ആ രാജ്യത്തെ അവരോട് അനുകൂലമായ ആളുകൾ പോലും കാര്യമായിട്ട് കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അനുഗ്രഹമാണെന്ന് പറയാൻ പറ്റും. കാരണം ഇനി അങ്ങനെ ഒരു കൂലിവേല ചെയ്യാൻ ഒരാളെയും ഈ 2 പേരെ വിശ്വസിച്ച് വരാൻ സാധ്യതയില്ല. ഒന്ന് നെതന്യാഹുവാണ്, ഒരു വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. രണ്ടാമത് ട്രംപാണ്, ക്രൂവൽ മാൻ എന്ന് വിളിച്ചിട്ടുള്ള, ഏറ്റവും വലിയ ക്രൈം ചെയ്യുന്ന ആളെന്ന് വിളിച്ചിട്ടുള്ള ലോകത്തിലെ ആയത്തുള്ള ഖാംനൈ. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടുള്ളത്. ആൾ മാറിപ്പോയി. ആളും തരവും നോക്കി കളിക്കണമെന്ന് ഇവരോട് അവരുടെ ആ സായുധ സൈന്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തപ്പം ഉള്ളത് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ പൂർണ്ണ പിന്തുണ എന്നൊക്കെ പറയുന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ പഹ്ലവിയെ കയറ്റിയിട്ട് ആ രാജ്യം ഭരിപ്പിക്കാനായിരുന്നു. കൊന്നവർ, കൊല്ലപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അടിത്തട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. മേലാള വർഗ്ഗങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ താഴ്ന്ന് തുള്ളിക്കളഞ്ഞാൽ ആ തുള്ളലിന് ഒന്ന് ശ്രദ്ധിക്കൽ നന്നായിരിക്കും. നമ്മുടെ ജീവിതം പോയാൽ നമ്മുടെ കുടുംബം പട്ടിണിയാവുന്നല്ലാതെ മേലാള വർഗ്ഗത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇറാനിൽ വലിയ ഒരു പാഠമാണ് ആ കൂട്ടർക്കുണ്ടായത്. മൊസാദിൻ്റെ പിന്തുണയോടുകൂടെ എല്ലാവിധ അമേരിക്കൻ ട്രംപിൻ്റെ അടക്കം ഞങ്ങളിതാ വരുന്നു, ഞങ്ങളെ കപ്പൽ അയച്ചിട്ടുണ്ട്, ഞങ്ങളെ വിമാനങ്ങൾ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എത്രയോ വലിയ ധൈര്യങ്ങൾ കൊടുത്തിട്ടും അവർക്കും ഒന്നും തിരിച്ചു നൽകാൻ കഴിയാതെ അവർ നട്ടം തിരികെയാണ്. പിന്നെയല്ല നമ്മുടെ ഇത്തിരി പോകുന്ന രാഷ്ട്രീയ കക്ഷികളിലെ താഴ്ത്തട്ടിലുള്ള ഒരു രീതിക്കും അങ്ങേയറ്റം ചിന്തിക്കാതെ, കുടുംബത്തെ ചിന്തിക്കാതെ അങ്ങ് എടുത്തു ചാടുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായം കിട്ടാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം കുടുംബവും സ്വന്തം ജീവിതമൊക്കെ നോക്കുക. അതിലപ്പുറം ഒന്നുമില്ല. കാരണം അവരവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് ബാക്കി ജീവൻ ഉണ്ടെങ്കിലേ ബാക്കി അവസാന ഭാഗത്തെ അറിയുള്ളൂ. ഇപ്പോൾ ട്രംപിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഈ പ്രക്ഷോഭം നടത്തിയ ആളുകൾക്ക് ഇപ്പം മനസ്സിലായി. അത് നേരത്തെ മനസ്സിലാകുകയാണെങ്കിൽ ആ വഴിക്കോല് വരില്ലായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത്. നഷ്ടപ്പെട്ടു, 15,000 പേര് കൊല്ലപ്പെട്ടു. എന്താണെങ്കിലും പുതിയ അപ്ഡേഷനുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.